അപ്പോൾ ഇനി വൈകുന്നേരങ്ങളിലൊക്കെ ഈ ബ്രെഡിൽ വെച്ചുള്ള കളിയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ബ്രെഡിൻ്റെ എക്സ്പയറി ഡേറ്റ് തീരാറാവും. അപ്പോൾ അതിന് മുമ്പായിട്ട് ബ്രെഡ് ഓരോന്ന് വെച്ചും കാരണം ദിവസം എടുത്ത് ഓരോ റെസിപ്പി വെച്ച് തീർക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എല്ലാ വീട്ടിലും കാണും ഇതുപോലെ ബാക്കിയുള്ളതിന് പിന്നെ എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ എടുത്ത് കളയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നോക്കിയില്ല, അപ്പോൾ അത് അവിടെ ഇരുന്ന് ഇങ്ങനെ പൂത്ത് ഇരിക്കും ഫ്രിഡ്ജിനകത്ത്. അപ്പോൾ ഇന്ന് ഞാൻ എഗ്ഗ് ടോസ്റ്റാട്ടോ ഉണ്ടാക്കണം, ബ്രെഡ് ടോസ്റ്റാണ് ഉണ്ടാക്കണം. അപ്പോൾ 2 മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പഞ്ചസാര കൊണ്ട് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. നമ്മൾ പഞ്ചസാര നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം, കുറച്ച് വേണമെങ്കിൽ കുറച്ച് ഇടാം. അങ്ങനെ നല്ലോണം മിക്സ് ആക്കണം. അല്ലെങ്കിൽ പിന്നെ പഞ്ചസാര അവിടെ കട്ടായിട്ടൊക്കെ കിടക്കും. അപ്പോൾ ഒരുമാതിരി കഴിക്കാണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കൂടെ ഇട്ട് മിക്സ് ആക്കണം. പാലിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അതിന് വേണ്ടിയിട്ടാണല്ലോ കുറച്ച് പാലും കൂടെ ചേർക്കണം. എന്നിട്ട് ഞാൻ പാനൊക്കെ ഓണാക്കിയതിന് ശേഷം ബ്രെഡ് ഓരോന്ന് ഇത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ബ്രെഡ് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മുട്ടയിൽ മുങ്ങിപ്പിടിക്കും. ബ്രെഡിൻ്റെ ഒരു സ്വാഭാവികത അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ ഓരോന്നും ഇത് എടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ പ്രശ്നമില്ല, അധികം ഇതാവില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ മോനെ പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഠിക്കാൻ പറഞ്ഞാൽ എല്ലാ ദിവസവും ഇതാണ് പരിപാടി, ഓരോ ദിവസം ഓരോ സാധനങ്ങൾ. ഇപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഒരു പ്ലെയിനാണ്, അടിപൊളി പ്ലെയിനാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നാളെ വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അവന് പഠിക്കാൻ പറയുന്ന നേരം അത്രയും അവൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഓരോന്നുണ്ടാക്കും. അവൻ്റെ ഹോബി അതാണ് കേട്ടോ. അപ്പം നാളെ വേറെ കാണാം. അപ്പോൾ നമ്മളെ സംഭവം നമ്മൾ ബ്രെഡ് റെഡി ആയിട്ട് കുറച്ച് മൂത്ത് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മളല്ലേ ഉള്ളൂ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, പ്രശ്നമൊന്നുമില്ല. എന്നാലും ഡെക്കറേഷൻ ഒരു കുറവും വേണ്ടാന്ന് വിചാരിച്ചപ്പോൾ ഒന്ന് ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കഴിക്കേണ്ട ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആദരിക്കാനും ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കും. ഓക്കെ, ബൈ.